ഹലോ എവരി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7th ഹിന്ദിയിലെ 5th ചാപ്റ്ററായ നഹി ഹോന ബീമാർ ആണ്. ഈ കഥയുടെ സമ്മറി എന്താണെന്ന് അറിയാമോ? ഒരു കുട്ടി സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അസുഖമാണെന്ന് കള്ളം പറയുന്നു. എന്നിട്ട് വീട്ടിലിരിക്കുന്നു, സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുന്നു. പിന്നീട് അവൻ വീട്ടിൽ തനിച്ചായി പോകുന്നു. അവന് ബോറടിക്കുകയും വിശക്കുകയും ഒക്കെ ചെയ്യുന്നു. അവന് നല്ല ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് ലഭിക്കുന്നില്ല. ഗുളികകളും കഷായവും ഒക്കെയാണ്, അതായത് മരുന്ന് മാത്രമാണ് അവന് കഴിക്കാനായിട്ട് കിട്ടുന്നത്. സ്കൂളിൽ പോകുന്നത് തന്നെയായിരുന്നു നല്ലതെന്ന് അവന് പിന്നീട് തോന്നുന്നു. അവസാനം ഇനി അവൻ ഒരിക്കലും കള്ളം പറയില്ലെന്ന് തീരുമാനിക്കുന്നു. ഈ ചെറിയ കുട്ടി റൈറ്ററാണ്. റൈറ്റർ തൻ്റെ കുട്ടിക്കാലത്തെ ഒരു കഥയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കഥ വായിച്ചുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാം. നഹി ഹോന ബീമാർ. ബീമാർ എന്ന് പറഞ്ഞാൽ രോഗി, ബീമാരി എന്ന് പറഞ്ഞാൽ രോഗം, അസുഖം. ബീമാർ രോഗി, എനിക്ക് രോഗിയാകണ്ട. ഈ കുട്ടി പറയുകയാണ് രോഗിയാവണ്ട, എനിക്ക് രോഗിയാവണ്ട, എനിക്ക് അസുഖമൊന്നും വരണ്ട. ബീമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖമുള്ള അവസ്ഥ, അതായത് സുഖമില്ലാതാവുക അല്ലെങ്കിൽ രോഗി. നഹി ഹോന ബീമാർ, രോഗിയാവണ്ട. ഈ കുട്ടിയുടെ കഥയാണ്. അവൻ്റെ മുത്തശ്ശിയാണ് നാനി, അതായത് അമ്മമ്മയാണിത്. നമുക്ക് കഥ വായിച്ചുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാം. एक दिन मुझे साथ लेकर नानी जी हमारे पड़ोसी सुधाकर काका को देखने गई, जो बीमार थे. वे अस्पताल में भर्ती थे. अस्पताल जाने का यह मेरा पहला अवसर था. ഭർത്തി थे എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റ് ആയിരുന്നു. പെഹല ആദ്യത്തെ, അവസരം. ഏക് ദിൻ മുജെ സാത്ത് ലേക്കർ, ഒരു ദിവസം എന്നെയും കൂട്ടിയിട്ട് നാനിജി, എൻ്റെ മുത്തശ്ശി, ഹമാരെ പഡോസി സുധാകർ കാക്കാക്കോ ദേഖ്നെ ഗയി. പഡോസി എന്ന് പറഞ്ഞാൽ അയൽവാസി, ഞങ്ങളുടെ അയൽവാസിയായ സുധാകർ കാക്കയെ, സുധാകർ അങ്കിളിനെ കാണാനായിട്ട് പോയി. ജോ ബീമാറത്തെ, അദ്ദേഹം രോഗിയായിരുന്നു, അദ്ദേഹത്തിന് അസുഖമായിരുന്നു. വേ അസ്പതാൽ മേ ഭർത്തി थे, അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അസ്പതാൽ ജാനെ കാ യഹ് മേരാ പെഹല അവസർ ഥ, ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള എൻ്റെ ആദ്യത്തെ അവസരമായിരുന്നു അത്. അതായത് ലേഖക ആദ്യമായിട്ടായിരുന്നു, കുട്ടിക്കാലത്ത് ആദ്യമായിട്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയത്. അത് ഈ അയൽവാസിയായ സുധാകർ അങ്കിളിനെ കാണാനായിട്ടായിരുന്നു പോയത്. ഏക് ബഡേ സെ വാർഡ് മേ കൈ ഏക് ജേസെ പലങ്ക് ലൈൻ സെ ലഗേ ഹുയേ തെ. ഒരു വലിയ വാർഡ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ വാർഡാണ്. ഹോസ്പിറ്റലിലെ വാർഡിൽ കൈ, ഒരുപാട്, ഏക് ജേസെ ഒരേപോലെയുള്ള, പലങ്ക് കട്ടിലുകൾ, ലൈൻ സെ ലഗേ ഹുയേ തെ ലൈനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സബ് പർ ഏക് ജേസി സഫേദ് ചാദർ ഓർ ലാൽ കമ്പൽ, എല്ലാ കട്ടിലിന് മുകളിലും ഒരേപോലെയുള്ള സഫേദ് വൈറ്റ് വിരിപ്പ്, ചാദർ അതായത് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. ഓർ ലാൽ കമ്പൽ, അതുകൂടാതെ ചുവന്ന കമ്പിളിയും ഉണ്ടായിരുന്നു. സഫേദ് ദീവാരെ, വൈറ്റ് കളറിലുള്ള, വെള്ള കളറിലുള്ള ചുവരുകളായിരുന്നു. ഊഞ്ചി ഛത്ത്, നല്ല ഉയരമുള്ള മേൽക്കൂരയായിരുന്നു. ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര. ഖിഡ്കിയോ പർ ഹരേ പർദെ, ജനവാതിലിന് മുകളിൽ ഹരേ പർദെ, അതായത് ഗ്രീൻ കളറിലുള്ള കേർട്ടൻസ് ആയിരുന്നു. ഓർ ഫർഷ് ഏകദം ചമക്താ ഹുവ, ഫർഷ് എന്ന് പറഞ്ഞാൽ നിലം അല്ലെങ്കിൽ തറ, ഏകദം ചമക്താ ഹുവ, നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു, നല്ല വൃത്തിയുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ വാർഡിൽ. ഏക് പലങ്ക് പർ സുധാകർ കാക്ക ലേട്ടേ ഹുയേ തെ, ഒരു കട്ടിലിന് മുകളിൽ സുധാകർ അങ്കിള് കിടക്കുന്നുണ്ടായിരുന്നു. ഏകദം പാസ് പഹോഞ്ചനെ പർ ദിഖായി ദിയ, വളരെ അടുത്തേക്ക് ചെന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചു. ഏകദം പാസ്, അതായത് തൊട്ടടുത്ത് എത്തിച്ചേർന്നപ്പോൾ, പഹോഞ്ചനെ പർ ദിഖായി ദിയ, കണ്ടു. ഹമേ ദേഖ് കർ സുധാകർ കാക്ക ജേസെ ഖുഷ് ഹോ ഗേ, ഞങ്ങളെ കണ്ടപ്പോൾ സുധാകർ അങ്കിള് സന്തോഷവാനായി, സുധാകർ അങ്കിളിന് സന്തോഷമായി. നാനിജീനെ ഉൻകെ സിർ പർ ഹാത്ത് ഫേര, നാനിജി എന്ത് ചെയ്തു? എൻ്റെ മുത്തശ്ശി അദ്ദേഹത്തിൻ്റെ തലയിൽ കൈകൊണ്ട് തലയിൽ തലോടി. ഓർ ഉൻകെ സിർഹാനെ ഖടി ഹോ ഗയി ഓർ ഹാൽ ചാൽ പൂച്ഛനെ ലഗി, എന്നിട്ട് എന്ത് ചെയ്തു?
അദ്ദേഹത്തിൻ്റെ സിർഹാനെ എന്ന് പറഞ്ഞാൽ തലയുടെ ഭാഗത്ത്, അതായത് കിടക്കയിൽ തല വയ്ക്കുന്ന സ്ഥലമില്ലേ, ആ ഭാഗത്തേക്ക് പോയിട്ട് നിന്നു. ഖടി ഹോ ഗയി, അവിടെ പോയിട്ട് നിന്നു. എന്നിട്ട് ഹാൽചാൽ പൂച്ചനെ ലഗി, എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി. ഹാൽചാൽ വിശേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി. अस्पताल का माहौल मुझे बहुत ही अच्छा लग रहा था. ഹോസ്പിറ്റലിൻ്റെ ആ അന്തരീക്ഷം എനിക്ക് വളരെയധികം നല്ലതായിട്ട് തോന്നിയിരുന്നു. അതായത് നല്ല വൃത്തിയുണ്ട്, നല്ല കർട്ടൻസാണ്, നല്ല ബെഡ്ഷീറ്റാണ്, എല്ലാം അവന് നല്ലതായിട്ട് തോന്നി. ബഡി ബഡി കിടക്കിയോ കെ പാസ് ഹരേ പേട് ജൂം രഹേത്തെ, വലിയ വലിയ ജനവാതിലിൻ്റെ അടുത്തായിട്ട് ഗ്രീൻ കളറിലുള്ള മരങ്ങൾ ആടി ഉലയുന്നുണ്ടായിരുന്നു. നാ ട്രാഫിക്ക ഷോർഗുൾ, ട്രാഫിക്കിൻ്റെ ഒരു ഒച്ചയോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷോർഗുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ നോയ്സ്, അതായത് കോലാഹലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രാഫിക്കിലുണ്ടാവുന്നത് പോലെയുള്ള വലിയ കോലാഹലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നാ ധൂൾ, പൊടിയില്ല. നാ മച്ചർ മക്കി, കൊതുകോ ഈച്ചയോ ഒന്നുമില്ല. സിർഫ് ലോഗോക്ക് ധീരെ ധീരെ ബാത്ചീത് കർണേക്ക് ധീമി ധീമി ഗുൻഗുൻ, എന്തുമാത്രമാണുള്ളത്? ലോകോക്കെ, ആളുകളുടെ ധീരെ ധീരെ ബാത്ചീത് കർണേക്ക്, മെല്ലെ മെല്ലെ സംസാരിക്കുന്ന, ധീമി ധീമി അതായത് മെല്ലെ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കുക. ധീമി ധീമി ഗുൻഗുൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ശബ്ദത്തിൽ, ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഏകദം ശാന്തി, പിന്നെ എല്ലാം ശാന്തി, എല്ലാം നല്ല നിശബ്ദമായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഹോസ്പിറ്റലിൽ. തബി സഫേദ് കപ്പടോമേ ഏക് നേഴ്സായി, അപ്പോൾ തന്നെ വൈറ്റ് ഡ്രസ്സ് ധരിച്ച ഒരു നേഴ്സ് വന്നു. നേഴ്സിനെ നാനിജിക്കോ ദേഖക്കർ അഭിവാദൻ മേ സിർ ഹിലായ, നേഴ്സ് എന്ത് ചെയ്തു? നാനിജിക്കോ ദേഖക്കർ, നാനിജിയെ കണ്ടപ്പോൾ, അമ്മമ്മയെ കണ്ടപ്പോൾ, അഭിവാദൻ മേ സിർ ഹിലായ, അതായത് നമസ്തേ എന്ന് പറയുന്ന രീതിയിൽ തലയാട്ടി. അഭിവാദൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഷയുക, നമസ്തേ പറയുക. അപ്പോൾ നമസ്തേ പറയുന്ന രീതിയിൽ ഇങ്ങനെ തലയാട്ടി. ഓർ കാക്കാക്കോ ദവ ഖിലായി, എന്നിട്ട് സുധാകർ കാക്കയ്ക്ക് മരുന്ന് കൊടുത്തു, മരുന്ന് കഴിപ്പിച്ചു. സുധാകർ കാക്കയെ മരുന്ന് കഴിപ്പിച്ചു. നാനിജി കാക്കാക്കേലിയെ സാബുദാനയ്ക്ക് ഖീർ ബനാക്കർ ലായിത്തി, നാനിജി കാക്കയ്ക്ക് വേണ്ടിയിട്ട്, അതായത് മുത്തശ്ശി സുധാകർ കാക്കയ്ക്ക് വേണ്ടിയിട്ട് സാബുദാനയ്ക്ക് ഖീർ, സാബുദാന എന്ന് പറഞ്ഞാൽ എന്താണ്? സാഗോ, അതായത് സാബൂനരി എന്ന് പറയാം. ഈ സാബൂനരി കൊണ്ടുള്ള, അതായത് സാഗോ റൈസ് കൊണ്ടുള്ള ഖീർ, പായസം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിരുന്നു മുത്തശ്ശി. നേഴ്സെ പൂജാക്കി ഖിലാദൂ ക്യാ, അപ്പോൾ മുത്തശ്ശി നേഴ്സിനോട് ചോദിച്ചു, കഴിപ്പിക്കട്ടെ, അതായത് സുധാകർ അങ്കിളിന് കൊടുക്കട്ടെ എന്ന് മുത്തശ്ശി നേഴ്സിനോട് ചോദിച്ചു. നേഴ്സ് കെ ഹാ കഹനെ പർ ഉസ്കെ ജാനെ കെ ബാദ് നാനി ജി നെ ചമ്മച്ച് സെ ധീരെ ധീരെ കാക്കാക്കോ സാബുദാനെ കെ ഖീർ ഖിലായി. നേഴ്സ് കെ ഹാ കഹനെ പർ, അപ്പം നേഴ്സ് ഹാ എന്ന് പറഞ്ഞു കാണും. നേഴ്സ് ഹാ എന്ന് പറഞ്ഞപ്പോൾ നേഴ്സ് പോയതിന് ശേഷം, ഉസ്കെ ജാനെ കെ ബാദ്, നേഴ്സ് പോയതിന് ശേഷം നാനിജി എന്ത് ചെയ്തു? ചമ്മച്ച്, സ്പൂണ് കൊണ്ട് ധീരെ ധീരെ മെല്ലെ മെല്ലെ കാക്കാക്കോ, അങ്കിളിന് സാബുദാനയ്ക്ക് ഖീർ ഖിലായി, ഈ സാബുദാനയുടെ പായസം, സാബൂനരിയുടെ പായസം കഴിപ്പിച്ചു, കാക്കയ്ക്ക് കൊടുത്തു. കാക്കാനെ ബഹുത് സ്വാദ് ലേക്കർ ഖീർ ഖായി, കാക്ക എന്ത് ചെയ്തു? വളരെ സ്വാദോടുകൂടി ആ പായസം കഴിച്ചു. ക്യാ ടാട്ട് ഹേ ബീമാരോ കെ ബി മേനെ സോച്ച, അപ്പോൾ ഈ കുട്ടി ചിന്തിക്കുകയാണ്. മേനെ സോച്ച, ഞാൻ ചിന്തിച്ചു. ക്യാ ടാട്ട് ഹേ ബീമാരോ കെ ബി, ഈ രോഗികൾക്ക് എന്തൊരു ആഡംബരമാണ്, എന്തൊരു സുഖമാണ്, എന്ത് നല്ല ലൈഫ് സ്റ്റൈലാണ് രോഗികളുടെ ഈ ഹോസ്പിറ്റലിൽ. ക്യാ ടാട്ട് ഹേ എന്ന് പറഞ്ഞാൽ കിത്തനെ മസേ ഹേ, അതായത് എന്തൊരു ആഡംബരത്തോടു കൂടിയാണ് അവർ ഇവിടെ നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ നല്ല ഭക്ഷണം, നല്ല കിടക്കാനൊക്കെ നല്ല സ്ഥലമാണ്. ടാട്ട് സെ സാഫ് സുത്തരെ ബിസ്തർ പർ ലേട്ടേ രഹോ, നല്ല ആഡംബരത്തോടു കൂടി നല്ല എൻജോയ് ചെയ്തുകൊണ്ട് സാഫ് സുത്തരെ, നല്ല വൃത്തിയുള്ള ബിസ്തർ പർ ലേട്ടേ രഹോ, ഈ ബെഡിൽ അങ്ങനെ കിടന്നാൽ മതി. അവർ സാബുദാനയ്ക്ക് ഖീർ ഖാത്തേ രഹോ, എന്നിട്ട് സാബുദാനയുടെ ഈ പായസം, സാബുനരിയുടെ പായസം കഴിച്ചുകൊണ്ടിരിക്കൂ. കാശ് സുധാകർ കാക്കാക്കി ജഗ മേ ഹോത്ത, സുധാകർ കാക്കയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ലേഖക് ചിന്തിക്കുകയാണ്. മേക്കാ ബീമാർ പെടുക, ഞാൻ എപ്പോഴാണ് രോഗിയാവുക, അപ്പം എനിക്കും അസുഖം വരണം എന്ന് കുട്ടി ചിന്തിക്കുകയാണ്.
ഞാൻ എപ്പോഴാണ് സുധാകർ കാക്കയെ പോലെ രോഗിയാവുക എന്ന് ചിന്തിച്ച് പോവുകയാണ്. നല്ല ടേസ്റ്റുള്ള പായസം ലഭിക്കും, നല്ല സുഖമായിട്ട് ബെഡിൽ കിടന്നാൽ മതി, സ്കൂളിൽ പോകണ്ട, ഹോംവർക്ക് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ്. കുച്ച് റോസ് ബാദ് ഏക് ദിൻ മേരാ സ്കൂൾ ജാനെ കാ മൻ നഹി കിയ. കുച്ച് റോസ് ബാദ് എന്ന് പറഞ്ഞാൽ കുച്ച് ദിൻ ബാദ്, അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മേരാ സ്കൂൾ ജാനെ കാ മൻ നഹി കിയ, എനിക്ക് സ്കൂളിൽ പോകാൻ തോന്നിയില്ല, എന്തോ ഒരു മടി വന്നു. മേനെ ഹോംവർക്ക് ബി നഹി കിയാത്ത, ഞാൻ ഹോംവർക്കും ചെയ്തിരുന്നില്ല. സ്കൂൾ ജാത്ത തോ സറൂർ സസാ മിൽത്തി, ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ട് സ്കൂളിൽ പോവുകയാണെങ്കിൽ എന്തായാലും അതിന് ശിക്ഷ ലഭിക്കും. मैंने सोचा बीमार पड़ने के लिए आज का दिन बिल्कुल ठीक रहेगा. അപ്പം ഞാൻ ചിന്തിച്ചു രോഗിയാകാൻ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, ഇന്നത്തെ ദിവസം തന്നെ രോഗിയാകാം. ബിൽക്കുൾ ടീക്ക് രേഖ, നല്ലൊരു ദിവസമാണ്, ഇന്ന് തന്നെ രോഗിയാകാമെന്ന് കുട്ടി ചിന്തിച്ചു. ചലോ ബീമാർ പഠിച്ചാത്തേ, ഞാൻ രോഗിയായിട്ട് അഭിനയിക്കട്ടെ എന്ന് ലേഖക് ചിന്തിക്കുകയാണ്. മേ രജായി സെ നിക്ലാ ഹി നഹി, ഞാൻ രജായിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. രജായി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിൽറ്റ്, അതായത് പുതയ്ക്കുന്ന പുതപ്പ്, കമ്പിളി പോലെയുള്ള കമ്പിളി പുതപ്പ് എന്ന് പറയാം. ഈ രജായിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. നാനിജി ഉഠാനെ ആയിത്തോ മേനെ കഹാ മേ ആജ് ബീമാർ ഹും, നാനിജി എന്നെ ഉണർത്താനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് അസുഖമാണ്. ക്യാ ഹോ ഗയാ, എന്ത് പറ്റി? മുത്തശ്ശി ചോദിക്കുകയാണ്, എന്ത് പറ്റി? മേരെ സിർ മേ ദർദ് ഹോ രഹാ ഹെ, പേട്ട് ബി ദുഖ് രഹാ ഹെ और मुझे बुखार भी है. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞു? മേരെ സിർ മേ ദർദ് ഹോ രഹാ ഹെ, എനിക്ക് തലവേദനയാകുന്നുണ്ട്. പേട്ട് ബി ദുഖ് രഹാ ഹെ, വയറും ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. और मुझे बुखार भी है, എനിക്ക് പനിയുമുണ്ട്. നാനിജി ചലി ഗയി, അത് കേട്ടപ്പോൾ നാനിജി അങ്ങ് പോയി, മുത്തശ്ശി പോയി. मैं रजाई में पड़ा घर में चल रही गतिविधियों का അനുമാൻ ലഗാത്താ രഹ, ഞാൻ രജായിൽ തന്നെ കിടന്നുകൊണ്ട് വീട്ടിൽ നടക്കുന്ന ഗർമേ ചൽ രഹി, വീട്ടിൽ നടക്കുന്ന ഗതിവിധിയൊക്കെ, അതായത് ആക്ടിവിറ്റീസ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതെല്ലാം ഇങ്ങനെ അനുമാനിച്ചു കൊണ്ടേയിരുന്നത്. അനുമാൻ ലഗാത്താ രഹ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടേയിരുന്നു, എന്തൊക്കെയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് അതൊക്കെ ഇങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ടേയിരുന്നു. അബ് ചോട്ടെ മാമ നഹാക്കർ നിക്കലെ, അപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പോൾ ചെറിയ മാമ കുളിച്ചിട്ട് വന്നു, പുറത്തേക്ക് വന്നു. അബ് കുസും മോസി रोज की तरह नाश्ता छोड़कर कॉलेज बस पकड़ने भागी. ഇപ്പോൾ കുസും മോസി എന്ന് പറഞ്ഞാൽ ആൻറ്റി അല്ലെങ്കിൽ ഇളയമ്മ, रोज की तरह എന്നത്തെയും പോലെ നാശ്ത ചോടുക്കർ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ, ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് കോളേജ് ബസ് പക്കടിനെ ഭാഗി, കോളേജിലേക്ക് പോകാനുള്ള ബസ്സിലേക്ക് കയറാനായിട്ട് ഓടി, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഓടി. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. അബ് മുന്നു അപ്ന ജൂത്ത ഡൂണ്ട് രഹാ ഹെ, മുന്നു ഇപ്പോൾ തൻ്റെ ഷൂ തിരയുകയാണ്. അബ് ചോട്ടെ മാമാനെ സൈക്കിൾ ഉഠായി, ഇപ്പോൾ ചെറിയ മാമൻ സൈക്കിൾ എടുത്തു. അബ് സബ് ചലേ ഗയ്, ഇപ്പോൾ എല്ലാവരും പോയി. അബ് ഘർ മേ അകേല രഹ ഗയ, ഇപ്പോൾ ഞാൻ വീട്ടിൽ തനിച്ചായി എന്നൊക്കെ അവനിങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പത്താ നഹി കബ് ജബ് കീസി ആകെ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെറുതായിട്ട് ഉറക്കം വന്നു. ജബ് കീസി ആകെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഉറക്കം വന്നു. തോടി നീന്ത് ആന, ജബ് കി ആന എന്ന് പറഞ്ഞാൽ തോടി സി നീന്ത് ആന. തബി നാനാജി ആയ, അപ്പോഴേക്കും നാനാജി മുത്തശ്ശൻ വന്നു. ക്യാ ഹോ ഗയാ, മുത്തശ്ശൻ ചോദിച്ചു, എന്തു പറ്റി എന്ന് ചോദിച്ചു. ബുഖാർ ആ ഗയാ മേനെ കരാഹത്തെ ഹുവേ കഹാ, അപ്പോൾ ലേഖക് എന്താണ് പറഞ്ഞത്? പനി വന്നു. ബുഖാർ ആ ഗയാ, പനി വന്നു. ഞാൻ കരാഹത്തെ ഹുവേ എന്ന് പറഞ്ഞാൽ ഗ്രോണിങ്, അതായത് അസുഖം വന്നാലുണ്ടാകുന്ന ചെറിയ ഞരക്കം, അസുഖം വന്നാലുണ്ടാകുന്ന ആ ശബ്ദത്തോടു കൂടി ഒരു ഞരക്കത്തോടു കൂടി പറഞ്ഞു പനി വന്നു എന്ന് പറഞ്ഞു. ദേഖേ നോക്കട്ടെ, നാനാജീനെ രജായി ഹട്ടാക്കർ മേരാ മാതാ ചുവ, നാനാജി എൻ്റെ ഈ ബ്ലാങ്കറ്റ് ക്വിൽറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് മേരാ മാതാ ചുവ, എൻ്റെ നെറ്റി തൊട്ടു. പേട്ട് തേക്ക, വയറും നോക്കി. ഓർ നബ്സ് ദേഖ്നെ ലഗെ, എന്നിട്ട് പൾസും നോക്കാനായിട്ട് തുടങ്ങി, കയ്യിൽ പൾസും നോക്കാനായിട്ട് തുടങ്ങി. ഇസ് ബീച്ച് നാനിജി ബി ആ ഗയി, അതിനിടയിൽ മുത്തശ്ശിയും വന്നു. ക്യാ ഹുവ നാനിജീനെ പൂച്ച, എന്തു പറ്റി മുത്തശ്ശി ചോദിച്ചു.
ബുഖാർ തോ നഹീ ഹെ നാനാജി ബോലെ. പനിയൊന്നുമില്ല, മുത്തശ്ശൻ പറഞ്ഞു. ആപ്കോ പത്താ നഹീ ചൽ രഹാ, തെർമോമീറ്റർ ലഗാകർ ദേഖിയെ മേനെ കഹാ. ഞാൻ പറഞ്ഞു, ആപ്കോ പത്താ നഹീ ചൽ രഹാ, നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. തെർമോമീറ്റർ ലഗാകർ ദേഖിയെ, തെർമോമീറ്റർ വെച്ചിട്ട് നോക്കിക്കോളൂ. മേനെ കഹ, ഞാൻ പറഞ്ഞു. കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പനിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. തെർമോമീറ്റർ വെച്ചിട്ട് നോക്കിക്കോളൂ. मुझे पता था घर में कोई नहीं है, തെർമോമീറ്റർ ലഗാ ബി ലിയാ തോ ദേഖേഗാ കോൺ. അപ്പോൾ ലേഖക് പറയുകയാണ്, എനിക്കറിയാമായിരുന്നു വീട്ടിലാരുമില്ല. घर में कोई नहीं है, തെർമോമീറ്റർ ലഗാ ബി ലിയാ തോ ദേഖേഗാ കോൺ. തെർമോമീറ്റർ വെച്ചാലും അത് ആരാണ് നോക്കുക? മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല, അവർക്ക് അത് നോക്കാനൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലേഖക് അങ്ങനെ പറഞ്ഞത്. पर खुद को बीमार साबित करने के लिए यह चाल अच्छी थी. പക്ഷേ സ്വയം രോഗിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയ, ഇത് നല്ലതായിരുന്നു എന്ന് ലേഖക് പറയുകയാണ്. ബഹുത് ഡൂണ്ടാ ഗയാ പർ തെർമോമീറ്റർ മിലാഹി നഹി. വളരെയധികം തിരഞ്ഞു, പക്ഷേ തെർമോമീറ്റർ ലഭിച്ചില്ല. ഷായദ് കോയി മാങ് കർ ലേ ഗയാ താ. ഒരു പക്ഷേ ആരോ അത് കൊണ്ടുപോയതായിരിക്കും, ആരോ ചോദിച്ചിട്ട് കൊണ്ടുപോയതായിരിക്കും. ഫിർ നാനാജിക്ക് ആവാസ് ആയി. പിന്നീട് മുത്തശ്ശൻ്റെ ശബ്ദം വന്നു, അതായത് മുത്തശ്ശൻ്റെ ശബ്ദം കേട്ടു. ലേ പുടിയ ഖാലെ. മുത്തശ്ശൻ എന്താ പറഞ്ഞത്? ഇതാ ഗുളിക കഴിക്കും. പുടിയ എന്ന് പറഞ്ഞാൽ മരുന്ന് അല്ലെങ്കിൽ ഗുളിക. നാ ജാത്തെ ഹുവേ ബി മുജേ കടുവി പുടിയ ഖാനി പടി. ഇഷ്ടമില്ലാഞ്ഞിട്ടും ആഗ്രഹമില്ലാഞ്ഞിട്ടും എനിക്ക് കയ്പേറിയ ഈ ഗുളിക കഴിക്കേണ്ടതായിട്ട് വന്നു. ഓർ കാടേ ജേസെ ചായ് പീനി പടി. കാട എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചുക്ക് കഷായം അല്ലെങ്കിൽ ചുക്ക് കാപ്പി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജലദോഷം ചുമയൊക്കെ വന്നാൽ കഴിക്കുന്ന അതാണ് കാട എന്ന് പറയുന്നത്. അപ്പോൾ അത് കാട ജേസി ചായ, കാട പോലെയുള്ള ആ ചായ എനിക്ക് കുടിക്കേണ്ടതായിട്ട് വന്നു, കഷായം കുടിക്കേണ്ടതായിട്ട് വന്നു. ഫിർ നാനാജി പോലെ. എന്നിട്ട് നാനാജി പറഞ്ഞു, ആജ് ഇസെ കുച്ച് ഖാനേക്കോ മത്ത് ദേന. ഇന്നിവന് കഴിക്കാനായിട്ട് ഒന്നും കൊടുക്കണ്ട. ആരാം കർണേതോ, വിശ്രമിക്കട്ടെ. ഷാംകോ ദേഖേങ്കെ, വൈകുന്നേരം നോക്കാം. ദോനോ ചലേ ഗയെ. ഇതും പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോയി. ദോനോ ചലേ ഗയെ, രണ്ടുപേരും പോയി. മേ പത്താ നഹി കബ് നീന്ത് മേ ഗുഡുപ്പ് ഹോ ഗയാ. അറിയില്ല ഞാൻ എപ്പോഴാണ് ഉറക്കത്തിലേക്ക് വീണതെന്ന് അറിയില്ല. അതായത് ലേഖക് ഉറങ്ങിപ്പോയി. कुछ देर बाद जब मेरी आँख खुली, मुझे बड़ी तेज इच्छा हुई कि इसी समय बाहर निकलकर दिन की रोशनी में अपनी गली की चहल पहल देखूं. कुछ देर बाद, കുറച്ച് സമയത്തിന് ശേഷം, ജബ് മേരി ആങ്ക് ഖുലി, അതായത് എൻ്റെ ഉറക്കം തെളിഞ്ഞപ്പോൾ, ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ, മുझे बड़ी तेज इच्छा हुई, എനിക്ക് നല്ല ആഗ്രഹം തോന്നി. कि इसी समय, ഈ സമയം തന്നെ, ബാഹർ നിക്കൽക്കർ, പുറത്തേക്കിറങ്ങിയിട്ട്, ദിൻ കി റോഷ്നി മേ, ദിവസത്തിൻ്റെ വെളിച്ചത്തിൽ, അപ്പനി ഗലി കി ചഹൽ പഹൽ ദേക്കും, തൻ്റെ ഈ ഗലിയുടെ സ്ട്രീറ്റിൻ്റെ ചഹൽ പഹൽ, അതായത് അവിടുത്തെ ദിക്കും തിരക്കും, അവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണണം എന്നെനിക്ക് ആഗ്രഹം തോന്നി. ദേഖ ജായക്ക് ചന്തുബായി ഡ്രൈ ക്ലീനർ ക്യാ കർ രഹേ ഹെ. ഇതൊന്ന് കാണട്ടെ, ചന്തുബായി ഡ്രൈ ക്ലീനർ അവരെന്താണ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് കാണട്ടെ. തേജ് രാം കി ദുകാൻ പർ കിത്തനെ ഗ്രാഹക് ബൈഠേ ഹെ. തേജ് രാമിൻ്റെ കടയിൽ എത്ര കസ്റ്റമേഴ്സ് ഇരിക്കുന്നുണ്ട് എന്ന് കാണട്ടെ. ഗ്രാഹക് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ്, എത്ര കസ്റ്റമേഴ്സ് ഇരിക്കുന്നുണ്ടെന്ന് കാണട്ടെ. മഹേഷ് ഗീ സെൻറ്ററിനെ मलाई का भगोना आज पर चढ़ाया या नहीं, और टेलीफोन के तारों पर कितनी चिड़िया बैठी है, लेकिन मजबूरी थी, चाहे जितनी ऊब हो लेटे ही रहना था. महेश घी सेंटर ने मलाई का भगोना आज पर चढ़ाया या नहीं. അതായത് മഹേഷ് ഗീ സെൻറ്റർ നെയ്യുണ്ടാക്കുന്ന കടയായിരിക്കും. അപ്പോൾ അവിടെ മലായിക്ക ഭഗോന, മലായി എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിൻ്റെ മുകളിലുള്ള ക്രീം. അപ്പോൾ അതിൻ്റെ ഭഗോന എന്ന് പറഞ്ഞാൽ വലിയ പാത്രം. മലായിക്ക ഭഗോന, വലിയ പാത്രം. ആജ് പർ ചടായ യാ നഹി, അതായത് ഫയറിൽ, ആജ് എന്ന് പറഞ്ഞാൽ ഫയർ, തീക്ക് മുകളിൽ ആ വലിയ പാത്രം, മലായിയുടെ വലിയ പാത്രം വെച്ചിട്ടുണ്ടോ ഇല്ലയോ. ടെലിഫോൺ കെ താരോ പർ കിത്നി ചിടിയ ബെഡി ഹെ, ടെലിഫോണിൻ്റെ ആ വയറിന് മുകളിൽ എത്ര പക്ഷികൾ ഇരിക്കുന്നുണ്ട്. ലേക്കിൻ മജ്ബൂരി തി, പക്ഷെ ഞാൻ നിസ്സഹായ അവസ്ഥയിലായിരുന്നു. അത് എന്താണ്, കുട്ടിക്ക്
പുറത്തിറങ്ങാൻ പറ്റില്ല, അസുഖമാണെന്ന് പറഞ്ഞ് കിടക്കുകയാണല്ലോ. ചാഹെ ജിത്നി ഊബ് ഹോ ലേട്ടേ ഹി രഹനാത്ത, എത്ര ബോറടിക്കുന്നുണ്ടെങ്കിലും, ജിത്നി ഊബ് ഹോ അതായത് എത്ര ബോറടിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കിടക്കുക തന്നെ വേണം, പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം അസുഖമാണെന്ന് പറഞ്ഞ് സ്കൂൾ ലീവാക്കിയതാണ്, എനിക്കിവിടെ കിടന്നേ പറ്റുള്ളൂ. കുച്ച് ദേർ ഇധർ ഉധർ കി സ്കൂൾ കി ദോസ്തോം കി ബാത്തേ സോച്ച്താ രഹ, കുറച്ച് സമയം ഇവിടെയും അവിടെയും ഒക്കെയുള്ള കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഫിർ ലേറ്റെ ലേറ്റെ പീട്ട് ദുഃഖനയിലേക്ക്, പിന്നീട് കിടന്ന് പുറം വേദനിക്കാൻ തുടങ്ങി. ഉട്കർ ബാറ്റ് ഗയ, എഴുന്നേറ്റിട്ട് ഇരുന്നു. ലേക്കിൻ ബഹർ കുച്ച് ആഹട്ട് ഹോത്തെ ഹി ഫിർ സേ ലേട്ട് ഗയ, പക്ഷേ ബഹർ കുച്ച് ആഹട്ട് ഹോത്തെ ഹി, പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോഴേക്ക് വീണ്ടും കിടന്നു. അതായത് അതുകൊണ്ട് കിടക്കണമല്ലോ, മുത്തശ്ശനോ വരുന്നുണ്ടാകുമെന്ന് വിചാരിച്ച് വീണ്ടും കിടന്നു. എഴുന്നേറ്റിരിക്കാനും പറ്റില്ല. നാനാജി ആയെ, അപ്പോൾ മുത്തശ്ശൻ വന്നു. ബോലെ അബ് കേസാ ഹെ സിർ ദർദ്, അത് മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട് തലവേദന? മേനെ കഹ ടീക് ഹെ, ഞാൻ പറഞ്ഞു സുഖമുണ്ട് എന്ന് പറഞ്ഞു. ഫിർ ബി ഏക് പുടിയ ഓർ ഖിലാകെ, അങ്ങനെ ചോദിച്ചെങ്കിലും വീണ്ടും ഒരു ഗുളിക കൂടെ കുട്ടിയെ കഴിപ്പിച്ചു മുത്തശ്ശൻ. അച്ചാനക് മുജെ ഭൂഖ് സി ലഗി, പെട്ടെന്ന് എനിക്ക് വിശക്കുന്നതായിട്ട് തോന്നി. ഫൽ യാ സാബൂദാനെ കി ഖീർ മിൽനെ കി ഉമ്മീദ് കി തോ സുബഹ് ഹി ഹത്യ ഹോ ചുക്കി തി, ഫൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സാബൂദാനയ്ക്ക് ഖീർ, സാബൂനരിയുടെ സാഗോ റൈസിൻ്റെ പായസമോ ലഭിക്കാനുള്ള ആ ഒരു പ്രതീക്ഷ അതുമില്ല. കാരണം എന്താണ്? സുബഹി ഹത്യ ഹോ ചുക്കീത്തി, അതായത് രാവിലെ തന്നെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് ഇവന് കഴിക്കാനൊന്നും കൊടുക്കണ്ട എന്ന്. अब नानी जी से जाकर कहूँ कि भूख लग रही है तो वे क्या करेंगी, ഇപ്പം ഇനി നാനിജിയോട് പോയി പറയുകയാണെങ്കിൽ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് മുത്തശ്ശിയോട് പോയി പറയുകയാണെങ്കിൽ അവരെന്താണ് ചെയ്യുക? ജ്യാദ സെ ജ്യാദ യഹി ദൂത് പീലെ, എന്താ പറയുക? എന്നാ പാല് കുടിച്ചോ എന്ന് പറയും. യാ നാനാജി സെ പൂജ്നെ ചലി ജായേഗി, അല്ലെങ്കിൽ മുത്തശ്ശനോട് ചോദിക്കാനായിട്ട് പോകും. ഇവനെന്താണ് കൊടുക്കേണ്ടത്, ഇവനെന്താണ് കഴിക്കാൻ കൊടുക്കേണ്ടതെന്ന് മുത്തശ്ശനോട് ചോദിക്കാനായിട്ട് പോകും. വോ കഹ രഹാ ഹെ ഭൂഖ് ലഗ് രഹി ഹെ, എന്താ ചോദിക്കുക? വോ കഹ രഹാ ഹെ, അവൻ പറയുന്നു അവന് വിശക്കുന്നെന്ന് പറയുന്നു. ഓർ ഫിർ നാനാജി ക്യാ കഹേങ്കെ, പിന്നെ നാനാജി എന്താ പറയുക? വഹി ജോ സുബഹ് കഹ രഹേ തെ, രാവിലെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുക. തബിയത്ത് ഡീലി ഹോ തോ സബ്സെ അച്ഛാ ഉപായ് ഹെ ഭൂഖേ രഹന, തബിയത്ത് ഡീലി ഹോത്തോ, ആരോഗ്യം മോശമാണെങ്കിൽ, അസുഖമാണെങ്കിൽ ഏറ്റവും നല്ല ഉപായമാണ് വിശന്നിരിക്കുക. ഇസസെ സാരെ വികാർ നിക്കൽ ജായെങ്കിൽ, ഇതിനാൽ എല്ലാ വികാർ എന്ന് പറഞ്ഞാൽ എല്ലാ ക്രമക്കേടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാകും. നിക്കൽ ജായെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാകും. ക്യാ മുസീബത്ത് ഹെ, എന്തൊരു കഷ്ടപ്പാടാണ്. പടേ രഹോ, ഇങ്ങനെ കിടക്കുക തന്നെ വേണം. ആഖിർ കബ് തക് കോയി പടാ രഹ സക്താ ഹെ, ആഖിർ അവസാനം, കബ് തക് എപ്പോൾ വരെ, ഞാൻ എത്ര സമയം വരെ ഇങ്ങനെ കിടക്കണം? കോയി പടാ രഹ സക്താ ഹെ, എത്ര സമയം വരെ ഇങ്ങനെ ആരെങ്കിലും കിടക്കുമോ? ഇസ്സേ തോ സ്കൂൾ ചലാ ജാതാ തോ ടീക് രഹത്ത, ഇതിലും നല്ലത് സ്കൂളിൽ പോകുന്നത് തന്നെയായിരുന്നു. സജാ മിൽത്തി തോ മിൽ ജാതി, അതിന് ശിക്ഷ, ഹോംവർക്ക് ചെയ്യാത്തതിന് ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ലഭിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ലായിരുന്നു. കിത്തന മസ ആത്ത ജബ് റിസസ് മേ ടേലെ പർ ജാക്കർ നമക് മിർച്ച് ലഗെ അമൃത് ഖാത്തെ കട്ടർ കട്ടർ, കിത്തന മജ ആത്ത, എത്ര രസമായിരിക്കും. ജബ് റീസസിൻ്റെ ടൈമിൽ ടേലെ പർ ജാക്കർ, അതായത് ഉന്തുവണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് നമക് മിർച്ച് ലഗെ, ഉപ്പും മുളകും പുരട്ടിയ ആ പേരക്ക ഖാത്തെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ പേരക്ക കഴിക്കാൻ എത്ര രസമായിരിക്കും. ടേലേപ്പർ എന്ന് പറഞ്ഞാൽ ഉന്തുവണ്ടിയിൽ കൊണ്ടുവരുന്ന ഉപ്പും മുളകുമൊക്കെ തേച്ച് ആ പേരക്ക കഴിക്കാൻ, റിസസിൻ്റെ ടൈമിൽ കഴിക്കാൻ എത്ര രസമായിരിക്കും. ഫിർ ജബ്കി ലഗൈ, അങ്ങനെ പറഞ്ഞ് ലഗകിന്, കുട്ടിക്ക് വീണ്ടും ഉറക്കം വന്നു. ലേക്കിൻ ഭൂഖ് കെ കാരൻ ടീക് സെ നീന്ത് ബി നഹി ആ രഹി തി, പക്ഷേ വിശപ്പ് കാരണം ശരിക്ക് ഉറക്കവും വരുന്നില്ലായിരുന്നു. और आँख ज़रा लगती भी तो खाने की चीज़ें दिखाई देती, അഥവാ കണ്ണൊന്ന് അടഞ്ഞു പോയാലോ, ഉറങ്ങിപ്പോയാൽ
ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് കാണുന്നത്. ഖാനേക്ക് ചീസേ ദിഖായി ദേത്തി. ഭക്ഷണ സാധനങ്ങൾ, കഴിക്കാനായിട്ടുള്ള സാധനങ്ങളാണ് കാണുന്നത്. ഗരമാഗരം ഖസ്ത കച്ചോടി. ഗരമാഗരം നല്ല ചൂടുള്ള ഖസ്ത, ക്രിസ്പി ആയിട്ടുള്ള കച്ചോടി. കച്ചോടി ഒരു പലഹാരമാണ്, പൂരി പോലെയുള്ള ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ടുള്ള ഒരു പലഹാരമാണ് കച്ചോടി. നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള കച്ചോടി. മാവേക്ക് ബർഫി. മാവ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസ്ഡ് ഡ്രൈ മിൽക്ക്, അതായത് പാല് തിളപ്പിച്ച് വറ്റിച്ചിട്ടുണ്ടാക്കുന്ന ഇതാണ്, ഉൽപ്പന്നമാണ് മാവ. മാവ കൊണ്ടുണ്ടാക്കിയ ബർഫി. പിന്നെ ബേസൻക്ക് ചിക്കി. ബേസൻ എന്ന് പറഞ്ഞാൽ കടലമാവ്, കടലമാവ് കൊണ്ടുള്ള ചിക്കി, അതൊരു മധുര പലഹാരമാണ്. മാവേക്ക് ബർഫി അതും മധുര പലഹാരമാണ്. ഗോൽഗപ്പെ, അതായത് പാനിപൂരി. ഇതെല്ലാമാണ് കണ്ണിൽ കാണുന്നത്. ഒന്ന് കണ്ണ് അടഞ്ഞു പോയാൽ കാണുന്നത് ഇതൊക്കെയാണ്. ഒരു സബ്സെ ഊപ്പർ സാബൂദാനയ്ക്ക് ഖീർ. പിന്നെ എന്താണ് കാണുന്നത്? ഏറ്റവും മുകളിലായിട്ട് സാബൂദാനയ്ക്ക് ഖീർ, സാബൂദാനയുടെ സാഗോ റൈസിൻ്റെ പായസം. पता नहीं क्यों साबूदाने की खीर सिर्फ उपवास और बीमारी में ही बनाई जाती है. അറിയില്ല എന്തുകൊണ്ടായിരിക്കും ഈ സാബൂദാനയുടെ പായസം ഉപവാസം, അതായത് വ്രതത്തിൻ്റെ സമയത്ത്, വ്രതമനുഷ്ഠിക്കുന്ന സമയത്തും അസുഖമുള്ള സമയത്തും മാത്രമാണ് ഉണ്ടാക്കാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവനിങ്ങനെ തനിച്ച് പറയുകയാണ്. ജैसे गुजिया सिर्फ होली दिवाली और पंजीरी सिर्फ पूर्णिमा के दिन ही बनाई जाती है. അതേപോലെ ഗുജിയ എന്ന് പറഞ്ഞാൽ അട പോലെയുള്ളൊരു മധുര പലഹാരമാണ്. അത് ഹോലി ദിവാലി ടൈമിലാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ പഞ്ചീരി എന്ന് പറഞ്ഞാൽ കൃഷ്ണ ജന്മാഷ്ടമിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്. അതും സിർഫ് പൂർണിമാക്കി ദിൻ ഹി ബനായി ജാത്തെ. അതൊക്കെ എന്താ, പൂർണിമയുടെ ദിവസം മാത്രമാണ് ഉണ്ടാക്കുന്നത്. ക്യോ, എന്തുകൊണ്ടാണ്? ക്യാ യേ ചീസ് ജബ് ഇച്ഛാ ഹോ തബ് നഹി ബനായി ജാ സക്തി. എന്താ, ഈ സാധനങ്ങൾ ഇഷ്ടമുള്ള സമയത്ത്, നമുക്ക് വേണ്ടിയ സമയത്ത് ഉണ്ടാക്കിക്കൂടെ? തബ് നഹി ബനായി ജാ സക്തി, ആ സമയത്തൊന്നും ഇത് ഉണ്ടാക്കാൻ പാടില്ലേ? കോയി മന കർത്താ ഹെ, ആരെങ്കിലും മന ചെയ്യുന്നുണ്ടോ? അതായത് ആരെങ്കിലും ഇതിന് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടോ? ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ടോ? ഈ പലഹാരങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ടോ? കുട്ടി ഇങ്ങനെ പറയുകയാണ്, തനിയെ പറയുകയാണ്. ഹേ ഭഗവാൻ, യേ തോ അച്ചി കാസി ബോറിയത്ത് ഹോഗി. എൻ്റെ ഭഗവാനെ, ഇതൊരു നല്ല ബോറടിക്കൽ തന്നെയായി. യേ തോ അച്ചി കാസി ബോറിയത്ത്. ബോറിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡ്, അതായത് അവൻ നന്നായി ബോറടിച്ചു, അവന് ബോറായി തുടങ്ങി. പൂരാ ദിൻ കോയി കേസേ ലേട്ടാ രഹേ. ദിവസം മുഴുവനും ഒരാൾ എങ്ങനെയാണ് ഉറങ്ങി ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഇരിക്കുക. और शाम को क्या शाम को भी നാനാജി ബാഹർ ജാനേ ദേങ്കെ. ഇനി വൈകുന്നേരം നാനാജി പുറത്തു പോകാൻ അനുവദിക്കുമോ? സാരേ ബച്ചെ ഹല്ല മച്ചാത്തെ ഹുവേ ആംഗൻ മേ കേൽ രഹേ ഹോങ്കെ. എല്ലാ കുട്ടികളും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ആംഗൻ മേ, കോട്ടയാടിലെ മുറ്റത്ത് കളിക്കുകയായിരിക്കും. അവർ മേ ബിസ്തർ മേ പടാ ജഗ് മാർ രഹാ ഹോവുങ്ക. ഞാൻ ഈ ബെഡിൽ കിടന്നുകൊണ്ട്, ബിസ്തർമേ പഴ, ബെഡിൽ കിടന്നുകൊണ്ട് ജഗ് മാർ രഹാ ഹോവുങ്ക. ജഗ് മാർന എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബേക്കാർക്ക കാം കർണയ സമയം നഷ്ട കർണ, വെറുതെ സമയം കളയുക, വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുക. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാവും. കുട്ടി ഇങ്ങനെ തനിയെ പറയുകയാണ്. അക്കൽ മന്ത് ഔർ ബനോ ബീമാർ. വലിയ ബുദ്ധിമാൻ, ഇനിയും അസുഖമാണെന്ന് നടിച്ചോ. ഓർ ആജ് ദിയാ ഗയാ ഹോംവർക്ക്. ഇന്ന് തന്നിട്ടുള്ള ഹോംവർക്കോ കിസസെ കോപ്പി മാങ്കോകെ. ഇന്നിപ്പോൾ ഹോംവർക്ക് തന്നിട്ടുണ്ടാകും സ്കൂളിൽ. ആരോടാണ് കോപ്പി ചോദിക്കുക? മേ റുവാസ ഹോഗയ. ഞാൻ റുവാസ ഹോഗയ. റുവാസ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു, കണ്ണുനീര് വന്നു, അതായത് എനിക്ക് എല്ലാം കൂടെ സങ്കടമായി. റുവാസ എന്ന് പറഞ്ഞാൽ അതായത് ടിയർഫുള്ളായി, കണ്ണുനീര് വന്നു. പാസ് കെ കമരെ മേ ഹോത്തി കട്ടർ പട്ടർ സെ അന്താസ ഹുവാ കി മുന്നു സ്കൂൾ സെ ആ ഗയാ ഹെ. അപ്പം അടുത്തുള്ള റൂമിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി മുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. കട്ടർ പട്ടർ, അതായത് എന്തൊക്കെയോ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി മുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. തോ ക്യാ ഏക് ബജ് ഗയാ. 1 മണിയായോ?
അബ് ബർത്തനോ കി ആവാസ് ആ രഹി ഹെ. ഇപ്പോൾ പാത്രങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഷായദ് സബ് ലോഗ് ഖാന ഖാനെ ബൈഠ് രഹെ ഹെ. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയായിരിക്കും. മുന്നു ഏക് ബാർ ബി മുझे देखने नहीं ആയ. മുന്നു ഒരു പ്രാവശ്യം പോലും എന്നെ കാണാനായിട്ട് വന്നില്ല. ആയാ ബി ഹോഗ തോ ദബേ ബാവ് ആയാ ഹോഗ. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ശബ്ദമുണ്ടാക്കാതെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ദബേ ബാവ് എന്ന് പറഞ്ഞാൽ നിലത്ത് ശബ്ദമുണ്ടാക്കാതെ, കാൽ ചവിട്ടുന്ന ശബ്ദമുണ്ടാക്കാതെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. മുझे സോത്താ ജാൻ ലൗട്ട് ഗയാ ഹോഗ. ഞാൻ കിടക്കുന്നത് കണ്ടിട്ട്, ഞാൻ ഉറങ്ങുകയാണെന്ന് കരുതിയിട്ട് തിരിച്ചു പോയിട്ടുണ്ടാകും. വോ ഖാന ഖാ രഹെ ഹെ. അവരെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ചബാനേക്ക് ആവാസേ ആ രഹി ഹെ. ചവച്ചരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ദേഖോ ഉन्होंने एक बार भी आकर नहीं पूछा कि तू क्या खाएगा. നോക്കൂ, അവർ ഒരു പ്രാവശ്യം പോലും വന്നിട്ട് ചോദിച്ചിട്ടില്ല നീ എന്താണ് കഴിക്കുക എന്ന്. പൂച്ചത്തെ തോ മേ സാബുദാനയ്ക്ക് ഖീർ ഹി തോ മാംഗത്ത. ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ സാബുദാനയുടെ ആ പായസം, സാബുനരിയുടെ പായസം തന്നെയായിരുന്നു ചോദിക്കുക, വേണമെന്ന് പറയുക. കോയി താജ്മഹൽ തോ നെഹി മാംഗലേത്ത. ഞാൻ താജ്മഹൽ ഒന്നും ചോദിക്കില്ലായിരുന്നു. അവരൊന്ന് വന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പായസം വേണമെന്ന് പറയുമായിരുന്നു. താജ്മഹലൊന്നും ഞാൻ ചോദിക്കില്ലായിരുന്നു. ലേക്കിൻ നഹി, പക്ഷേ ഇല്ല. ഭൂക്കേ രഹോ, വിശന്നിരിക്കോ. ഇസസെ സാരേ വികാർ നിക്കൽ ജായെങ്കെ. അങ്ങനെയാണെങ്കിൽ എല്ലാ അസ്വസ്ഥതകളും, എല്ലാ ഡിസോർഡേഴ്സും ക്ലിയർ ആകും, മാറിപ്പോകും. വികർ നിക്കൽ ജായ ബസ്. അസുഖമൊക്കെ അല്ലെങ്കിൽ ഈ അസ്വസ്ഥതകളൊക്കെ മാറിയാൽ മതി. ചാഹെ ഇസ് ചക്കർ മേ തും ഖുദ് ശിക്കാർ ഹോ ജാओगे. ചാഹെ ഇസ് ചക്കർ മേ, ഈ പ്രശ്നത്തിൽ തും ഖുദ് ശിക്കാർ ഹോ ജാओगे. നിങ്ങൾ സ്വയം അങ്ങ് അതിൽ കുടുങ്ങിപ്പോവുകയാണ്, അതിൽ ഇരയാവുകയാണ്. ആജ് ക്യാ ഖാന ബന ഹോഗ. ഇന്ന് എന്തായിരിക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഖുഷ്ബു തോ ദാൽ ചാവൽ കി ആ രഹി ഹെ. എന്തിൻ്റെ ഖുഷ്ബു, എന്തിൻ്റെ സുഗന്ധമാണ് വരുന്നത്. ദാൽ ചാവൽ കി, അതായത് പരിപ്പ് കറിയുടെയും ചോറിൻ്റെയും ആ ഗന്ധമാണ് വരുന്നത്. അർഹർ കി ദാൽ മേ ഹീംഗ് ജീരേ का बघार और ऊपर से बारीक कटा हरा धनिया और आधा चम्मच देसी घी. അർഹർ കി ദാൽ മേ, അതായത് തുവരപ്പരിപ്പിൽ, ആ പരിപ്പിൻ്റെ കറിയിൽ ഹീംഗ് ജീരക ബഘാർ. ഹീംഗ് എന്ന് പറഞ്ഞാൽ കായവും ജീരകവും കൊണ്ടുള്ള താളിപ്പ്. ബഘാർ എന്ന് പറഞ്ഞാൽ താളിപ്പ് അല്ലെങ്കിൽ വറവിടുക എന്ന് പറയില്ലേ, അത്. ഓർ ഊപ്പർ സെ ബാരീക് കട്ട ഹരാ ധനിയ. അതിന് മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ച ധനിയ, അതായത് മല്ലിയില. ഓർ ആധാ ചമ്മച്ച് ദേസി ഗീ. അതിൻ്റെ കൂടെ അര സ്പൂണ് നാടൻ നെയ്യ്. ഫിർ ഉസ്മേ ഉനോനെ നീമ്പു നിച്ചോടാ ഹോഗ. പിന്നീട് അവരതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടാകും. തോടാസ ഇസ് ബീമാർ കോ ബി ദേ ഗോയ്. കുറച്ച് ഈ രോഗിക്കും ആരെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ. ലേക്കിൻ ഖുഷ്ബു തോ കിസി ഓർ ചീസ് കി ഹെ. പക്ഷേ ഖുഷ്ബു, ആ സുഗന്ധം എന്തിൻ്റെയാണ്, മറ്റെന്തിൻ്റെയോ സുഗന്ധമാണ് വരുന്നത്. ക്യാ ഹരി മിർച്ച് തലി ഗയി ഹെ. എന്താ, പച്ചമുളക് വറുത്തിട്ടുണ്ടോ. ഉസേ ദാൽ ചാവൽ മേ മസൽ കർ ഖാ രഹേ ഹെ. ഈ പച്ചമുളക് വറുത്തത് ദാൽ ചാവൽ മേ, ഈ പരിപ്പ് കറിയും ചോറിൻ്റെയും കൂടെ അങ്ങ് അതിൽ കുഴച്ച് തിന്നുകയാണ്. ജബ് രഹാ നഹി ഗയാ തോ മേ രജായി ഫേങ്ക് കർ ഖടാ ഹോ ഗയ. എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ രജായി എടുത്തിട്ട് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നു. ദബേ പാവ് ദർവാസെ തക്ക് ഗയ. അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ വാതിലിൻ്റെ അടുത്ത് വരെ പോയി. ഓർ ചുപ് കേസെ ജാക്ക് കർ ദേഖ. എന്നിട്ട് മിണ്ടാതെ എത്തി നോക്കി. ദാൽ ചാവൽ തലി ഹുയി ഹരി മിർച്ച്. ദാൽ ചാവൽ, പരിപ്പ് കറിയും ചോറുമാണ്, വറുത്ത പച്ചമുളകുമുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഈ കുട്ടി തനിച്ചിങ്ങനെ പറയുകയാണ്. ലേക്കിൻ മുന്നു ആം ചൂസ് രഹാത്ത. പക്ഷേ മുന്നു മാംഗോ ഇങ്ങനെ നുണഞ്ഞ് കഴിക്കുകയാണ്, സിപ്പ് ചെയ്ത് കഴിക്കുകയാണ്. ആം ഇസ് മൗസമ്മേ. മാംഗോയോ ഈ സീസണിലോ, ഈ ഈ സീസണിലോ. ജറൂർ ബംബൈ വാലെ ചാച്ചാജീനെ ബേജേ ഹോങ്കെ. തീർച്ചയായും ഇത് മുംബൈയിലുള്ള ഇളയച്ചന് കൊടുത്തുവിട്ടതായിരിക്കും. കേസേ ചൂസ് രഹാ ഹെ. എങ്ങനെയാണ് അതിങ്ങനെ കഴിക്കുന്നത്, സിപ്പ് ചെയ്ത് കഴിക്കുന്നത്. പൂരി ഗുഡ്ലി മൂവ്മേ ടൂസെ. മൊത്തം
മൊത്തം സീഡും മാങ്ങയുടെ മൊത്തം സീഡും മൂമെ വായിൽ ടൂസെ കുത്തി കയറ്റിയിട്ട് അങ്ങനെയാണ് അത് ഇങ്ങനെ ഊമ്പി കുടിക്കുന്നത്. ജേസെ ആം കബി ദേഖേ നഹോ, മാങ്ങ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ. ബുക്കഡ് കഹിങ്ക, ബുക്കഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആർത്തിക്കാരൻ എന്നൊക്കെ പറയില്ലേ, വിശക്കുന്നവൻ, അത്യധികം വിശക്കുന്നവൻ എന്നൊക്കെ പറയില്ലേ. അപ്പം ആർത്തിയായിട്ട് അവൻ അങ്ങനെ കഴിക്കുന്നു, അത്രയ്ക്ക് വിശക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളിയാക്കുകയാണ്. പൂര ഹാത്ത് ബി സാൻ രാഹെ, മൊത്തം കൈയും ഇങ്ങനെ നക്കുന്നുണ്ടായിരുന്നു. മേ ജലൻ ഗുസ്സെ ഓർ കൂടൻ മേ പാവ് പട്ടക്ത വാപ്പസ് ബിസ്തർ മേ ആകയ. മേ ജലൻ എന്ന് പറഞ്ഞാൽ അസൂയ, എനിക്ക് അസൂയയും തോന്നി, ഗുസ്സ ദേഷ്യവും വന്നു, പിന്നെ കൂടൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പകയും എല്ലാം കൂടെയായിട്ട് പാവ് പട്ടക്ത കാല് നിലത്ത് ചവിട്ടിക്കൊണ്ട് വാപ്പസ് ബിസ്തർമേ ആകയ തിരിച്ച് ബെഡിലേക്ക് തന്നെ വന്നു. ഉസ് പൂരെ ദിൻ മുझे ഭൂക്കെ പേട്ട് ഹി രഹനാ പട, ആ ദിവസം മുഴുവൻ എനിക്ക് വിശന്നു തന്നെ ഇരിക്കേണ്ടതായി വന്നു. സാരെ വികാർ നിക്കൽ ഗയെ, എല്ലാ വികാർ അതായത് എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോയി. इसके बाद स्कूल से छुट्टी मारने के लिए मैंने बीमारी का बहाना कभी नहीं बनाया. इसके बाद ഇതിന് ശേഷം സ്കൂൾ സെ ചുട്ടി മാറനെ കെ ലിയെ, സ്കൂളിൽ ലീവാക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, मैंने बीमारी का बहाना कभी नहीं बनाया, ഞാൻ ഒരിക്കലും അസുഖമാണെന്ന് നടിച്ചിട്ടില്ല. ബഹാന നഹി ബനായ, ബഹാന എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് അങ്ങനെ സ്കൂള് ലീവാക്കിയിട്ടില്ല. ലേഖകിൻ്റെ പേരെന്താണ്? സ്വയം പ്രകാശ്. ലേഖക് സെ പരിചയ്. സ്വയം പ്രകാശ് ഹിന്ദി കെ ജാനെ മാനെ ലേഖക് തെ. സ്വയം പ്രകാശ് ഹിന്ദിയിലെ അറിയപ്പെടുന്ന ഒരു ലേഖകനായിരുന്നു. ഉൻകി കഹാനിയ ബച്ചോ ഓർ ബഡോ കെ ദിലോ കോ ചൂ ജാത്തി ഹെ. അദ്ദേഹത്തിൻ്റെ കഥകൾ കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നു. स्वयं प्रकाश की कहानियाँ पढ़ते हुए लगता है मानो वे हमारे ही जीवन की कहानियाँ हैं, हमारे ही അനുഭവം ഉन्होंने लिख दिए हैं. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ തന്നെ ജീവിതത്തിലെ കഥകളാണ്, ഹമാരെ ഹി അനുഭവം, നമ്മുടെ തന്നെ അനുഭവങ്ങളാണ് അദ്ദേഹം എഴുതിയതെന്ന് എന്ന് തോന്നും. ഉन्होंने बच्चों के लिए कई मनोरंजक कहानियाँ लिखी है. അദ്ദേഹം കുട്ടികൾക്കായിട്ട് ഒരുപാട് മനോരഞ്ജക് അതായത് എൻ്റർടൈനിങ് കഥകൾ എഴുതിയിട്ടുണ്ട്. ജിൻമേ ഉൻകെ സാഹസിക് കാർനാമെ, മിത്രത और जीवन के छोटे छोटे लेकिन महत्वपूर्ण पहलुओं को बड़ी रोचकता से प्रस्तुत किया गया है. അതിൽ അദ്ദേഹത്തിൻ്റെ സാഹസിക് കാർനാമ, അതായത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള നേട്ടങ്ങളും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ജീവിതത്തിലെ ചെറിയ ചെറിയ പക്ഷേ ജീവിതത്തിലെ മഹത്തരമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളും നല്ല രോചകദാസ്യ അതായത് രസകരമായിട്ട് അതിൽ പ്രസ്തുത് കിയാ ഹെ, അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. स्वयं प्रकाश की कहानियों की विशेषता यह है कि उन्हें पढ़ते समय ऐसा लगता है जैसे कोई पुराना मित्र बातें कर रहा हो. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയുടെ വിശേഷതകൾ എന്തൊക്കെയാണ്? അത് വായിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും പഴയ സുഹൃത്തിനോട് സംസാരിക്കുന്നതായിട്ട് തോന്നും. उनकी कहानियाँ न केवल मनोरंजन करती है बल्कि सोचने समझने के लिए नई दिशाएं भी देती है. അദ്ദേഹത്തിൻ്റെ കഥകൾ എൻ്റർടൈനിങ്ങിന് മാത്രമല്ല, ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരുപാട് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. മാത്ര और भार, अगली किताब, ज्योति रथ के सारथी, ഫീനിക്സ് ആദി എനിക്ക് കൈ രചനായ. അദ്ദേഹത്തിൻ്റെ പല രചനകളാണ്. ഏതൊക്കെയാണ്? മാത്ര, ഭാർ, അഗ്ലി കിതാബ്, ജ്യോതി രഥ് കെ സാരഥി, ഫീനിക്സ്. അപ്പം അദ്ദേഹം ജനിച്ചത് 1947 നിര്യാതനായത് 2019